അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സദഖല്ലാഹുൽ അദീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ വഅന അഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മാത്രമാണോ പ്രമാണം, അല്ലെങ്കിൽ ഹദീസിൻ്റെ പ്രാമാണികത പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെങ്ങനെ സ്ഥാപിക്കാം എന്നുള്ള ഒരു വിഷയമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും പ്രത്യേകിച്ച് ആധുനിക യുഗത്തിൽ നമ്മളെന്തെങ്കിലും ഒരു വിഷയത്തിൽ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ഹദീസിനെ അംഗീകരിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യം ഹദീസിൽ മാത്രമാണോ ഉള്ളത്, പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ സാധിക്കുമോ, ഈ രൂപത്തിലുള്ള ഹദീസിനെ നിസ്സാരവൽക്കരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, ഈ ഹദീസിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രവണത ഒരൽപ്പം കൂടെ കടന്നുകൊണ്ട് ഹദീസ് തന്നെ സ്വീകരിക്കാൻ സാധ്യമേ അല്ല എന്നുള്ള ചിന്താഗതിക്കാർ പോലും നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഒരാൾ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ ഖുർആൻ മാത്രമേ നമുക്ക് സ്വീകാര്യയോഗ്യമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസിനെ നിങ്ങൾ ഏത് രൂപത്തിലാണ് സ്ഥാപിക്കുക എന്ന് നിങ്ങളോട്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കിടയിൽ നമുക്ക് അവരോട് പറയാനുള്ള മറുപടി, പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ഹദീസിൻ്റെ പ്രാമാണികത ഏത് രൂപത്തിൽ നമുക്ക് സ്ഥാപിക്കാം എന്നുള്ളതിലേക്കുള്ള ചില അറിവുകളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ഈ രൂപത്തിലുള്ള പ്രവണത നമ്മുടെ അടുത്ത കാലത്തായിട്ട് പല രൂപത്തിലും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഈ വിഷയം പഠിക്കാനുള്ള പ്രചോദനമുണ്ടായത്. ആദ്യമായിട്ട് നമ്മൾ ഹദീസിൻ്റെ മതവിഷയങ്ങളിൽ ഹദീസിനുള്ള സ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനാണ് എല്ലാ അർത്ഥത്തിലും ഹദീസിനേക്കാൾ ഉപരി മുന്നിൽ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ യാതൊരു സംശയമില്ല, ഖുർആൻ തന്നെയാണ് ഒന്നാമത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ നമ്മൾ അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ പോലും അതിൻ്റെ ഓരോ അക്ഷരത്തിനെന്ന തോതിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അത് ക്രോഡീകരിക്കപ്പെട്ട രൂപം, ഇതെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ മത നിയമങ്ങളുടെ വിഷയത്തിൽ, അതായത് വിധിവിലക്കുകളുടെ കാര്യത്തിൽ ഖുർആനിനും ഹദീസിനും മതത്തിലുള്ള സ്ഥാനം ഒരുപോലെയാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതായത് വിധിവിലക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഖുർആനിലൂടെ അള്ളാഹു നമ്മോടൊരു കാര്യം അരുത് എന്ന് കൽപ്പിക്കുന്നതും ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊരു കാര്യം അരുത് എന്ന് കൽപ്പിക്കുന്നതും, ഇതിന് രണ്ടിനും മതത്തിൽ ഒരേ വിലയാണ് കൽപ്പിക്കേണ്ടത് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ്റെ അഭിപ്രായങ്ങൾക്കാണ് ഹദീസിനേക്കാൾ കൂടുതൽ വില എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഖുർആനിനും ഹദീസിനും മതത്തിൽ ഏറ്റവും ഈ മതവിലക്കുകളുടെ കാര്യത്തിൽ ഒരേ പ്രാധാന്യമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പം മുൻകാലഘട്ടങ്ങളിൽ ഹദീസ് സ്വീകാര്യമേ അല്ല എന്നുള്ള രൂപത്തിൽ ഒരർത്ഥത്തിൽ മുൻകാലഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്നും ഭിന്നിച്ചു പോയിട്ടുള്ള പല തീവ്ര ചിന്താഗതിക്കാരെയും നമ്മൾ മുൻകാലഘട്ടങ്ങൾ ഖവാരിജുകളെ പോലെ, അല്ലെങ്കിൽ ഷിയാക്കളെ പോലെയുള്ള വിഭാഗങ്ങൾ, അവരാരും തന്നെ പല കാര്യങ്ങൾ അവർ നിഷേധിച്ചിരുന്നെങ്കിലും സുന്നത്ത് എന്നുള്ള സങ്കല്പത്തെ, അല്ലെങ്കിൽ സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ചര്യ നിർബന്ധമായിട്ടും പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനത്തിന് ആവശ്യമാണ് എന്നുള്ള കാര്യം അവരും അംഗീകരിച്ചു. അതായത് അവർ നമ്മൾ സ്വീകരിക്കുന്ന സുന്നത്ത് ഗ്രന്ഥങ്ങളല്ല സ്വീകരിച്ചതെങ്കിൽ പോലും ഈ ഒരു സങ്കല്പത്തെ അവരാരും നിഷേധിച്ചിരുന്നില്ല. ഖവാരിജുകളാകട്ടെ ഷിയാക്കളാകട്ടെ, ഷിയാക്കൾക്ക് നമ്മൾ സ്വീകരിക്കുന്ന ബുഖാരിയും മുസ്ലിമും അവർ സ്വീകരിക്കില്ലെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള
ഉസൂലുൽ കാഫി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവർക്ക് ഈ പരിശുദ്ധ ഖുർആാനോടൊപ്പം അവരും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സങ്കല്പം അവർ പോലും നിഷേധിച്ചിരുന്നില്ല. പക്ഷെ പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശിച്ചിരുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെ എങ്ങനെ തകർക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഓറിയൻ്റലിസ്റ്റുകളെ പോലെയുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പരിശുദ്ധ ഖുർആനെ നേർക്ക് നേരെ ആക്രമിക്കുന്നത് അത് ബുദ്ധിപരമായിട്ടുള്ള സമീപനമല്ലെന്ന് മനസ്സിലാക്കി അവർ വളരെ തന്ത്രപരമായിട്ട് ഹദീസുകളെപ്പോലും നേർക്ക് നേരെ ആക്രമിക്കാതെ ഹദീസിൻ്റെ അടിത്തറയിൽ സംശയമുണ്ടാക്കുന്ന രൂപത്തിൽ ഹദീസിൻ്റെ ക്രോഡീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ, അതേപോലെ തന്നെ ഹദീസ് ഏറ്റവും ക്രോഡീകരിക്കപ്പെട്ട സ്വഹാബികളുടെ നേരെയും അവരുടെ വ്യക്തിത്വത്തിൽ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടച്ചുവിട്ട് മുസ്ലിം സമൂഹത്തിൽ ചില ആളുകളെ സ്വാധീനിക്കപ്പെടുകയും വളരെ ന്യൂനപക്ഷം ആളുകൾ ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് ഈ രൂപത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇന്നും നിർഭാഗ്യവശാൽ ആ രൂപത്തിലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർ വീണ്ടും തെറ്റിദ്ധാരണകൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു തെറ്റിദ്ധാരണയിൽ നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളും വളരെ അബദ്ധവശാൽ അവർ പോലും അതിലേക്ക് പല രൂപത്തിലും എത്തപ്പെടുന്നു എന്ന ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സംശയിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ അകപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ ഏത് രൂപത്തിലാണ് ഖുർആൻ ഹദീസിനെ സംരക്ഷിക്കപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹദീസ് സംശയം ജനിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുൻകാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, ഇസ്ലാമിനെ ഒരു പക്ഷിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ 2 ചിറകുകളാണ് ഖുർആനും ഹദീസും. അപ്പോൾ ഒരു പക്ഷിക്ക് ഒരു ചിറക് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതുപോലെ ഒരാൾക്കൊരിക്കലും പരിശുദ്ധ ഖുർആനുമായിട്ട് മാത്രം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല. അതായത് ഖുർആനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹദീസ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെക്കാൾ ബുദ്ധിപരമായിട്ട് ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ശത്രുക്കൾ ഈ രൂപത്തിൽ ഹദീസിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരമുണ്ടാക്കിയത്. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹദീസിന് ഖുർആൻ എത്ര ആവശ്യമാണോ അതിനേക്കാൾ ഉപരി ഖുർആനിന് ഹദീസിന് ആവശ്യമാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഹദീസ് ഇല്ലാതെ ഒരിക്കലും പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക സാധ്യമേയല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങൾ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പോയിന്റുകളെല്ലാം സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുള്ളത്. ഇസ്ലാമിലെ അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങൾ പോലും നമുക്ക് ഖുർആന് മാത്രം വെച്ചുകൊണ്ട് നിർവഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം പരിശുദ്ധ ഖുർആനിലുടനീളം നമസ്കരിക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് ഹദീസുകളിൽ മാത്രമേ കാണുകയുള്ളൂ. അതേപോലെ തന്നെ സക്കാത്താകട്ടെ, ഹജ്ജിൻ്റെ രൂപങ്ങളാകട്ടെ, ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിലുള്ള കൽപ്പനകളുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ഹദീസുകളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ മതനിയമങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കട്ടവൻ്റെ കൈമുറിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 1 രൂപ കട്ടവനും 1 കോടി കട്ടവനും രണ്ടും കളവാണ്. അപ്പോൾ രണ്ടാളുടെയും കൈവെട്ടണോ എന്നുള്ള ചോദ്യത്തിന് ഖുർആനിലെവിടെയും മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധ്യമല്ല. അപ്പം ഏത് രൂപത്തിലാണ് എത്രയാണ് ഇതിൻ്റെ അളവ്, കൈയിൻ്റെ ഏത് ഭാഗമാണ് വെട്ടേണ്ടത്, ഏത് കൈയാണ് വെട്ടേണ്ടത്, ഏത് സാഹചര്യത്തിൽ മോഷ്ടിച്ചാലാണ് അവനെ ഈ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനെല്ലാം മറുപടി ഹദീസുകളിൽ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. അപ്പം ഒരിക്കലും പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് മുഴുവനും ഈ രൂപത്തിലുള്ള ചില തിയറികളാണ്. ഈ തിയറികളുടെ പ്രാക്ടിക്കൽ വശം എല്ലാം ഹദീസുകളിലാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ മാത്രമാണ് കാണുക. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേലെയുള്ള ഉദ്യോഗസ്ഥൻ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മാനേജർ എന്നോട് ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ഇന്ത്യയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മെയിലിൽ അദ്ദേഹം സൂചിപ്പിക്കില്ല. അത് ജസ്റ്റ് നീ ഇന്ത്യയിൽ പോയിട്ട് ഈ ഒരു കാര്യം നിർവഹിക്കണമെന്ന് മാത്രമേ അദ്ദേഹം സൂചിപ്പിക്കുകയുള്ളൂ. പിന്നീട് ഞാൻ പോയിട്ട് അവിടെ തിരിച്ചു വരുന്ന വരെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പോകേണ്ടത്
മാനേജറുടെ അടുത്തല്ല, മറിച്ച് സെക്രട്ടറി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ അടുത്ത് പോയാലേ അദ്ദേഹമായിരിക്കും പിന്നീട് അതുമായിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങൾ, എന്നാണ് പോകേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ നിർദ്ദേശങ്ങളും നൽകുക. ഉദാഹരണം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ്. അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലെല്ലാം ഇത്തരത്തിലുള്ള തിയറികളാണ്. അപ്പം പരിശുദ്ധ ഖുർആൻ ഉദാഹരണത്തിന് നിങ്ങളോട് തഖ്വ കൈവരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ. അതേപോലെ തന്നെ ഈമാനിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലുടനീളം കാണാം. ഇതെല്ലാം സങ്കല്പങ്ങൾ മാത്രമാണ്. ഈ സങ്കല്പങ്ങളുടെ പ്രാക്ടിക്കൽ വശം യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിലാണ് കാണുന്നത്. അപ്പം നല്ല സ്വഭാവം കൈവരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്നുണ്ട്. അപ്പം എന്താണ് സ്വഭാവം, എന്താണത്, ജീവിതത്തിൽ എങ്ങനെയാണ് ആ സ്വഭാവം കൈവരിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഒരർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ തഫ്സീറാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പോൾ ആ തഫ്സീർ അല്ലെങ്കിൽ ഖുർആൻ്റെ ആദ്യത്തെ തഫ്സീറാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതം. അതിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈരുദ്ധ്യങ്ങളും കൂടെ പരിശുദ്ധ ഖുർആനിൽ കാണും. അപ്പോൾ ഖുർആൻ്റെ ഏറ്റവും വലിയ മോജിസത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂഹു ഫീഹി ഇഖ്തിലാഫൻ കസീറ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ സുന്നത്തിനെ മാറ്റി വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ, ഈ യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളെല്ലാം അതിൻ്റെ അസ്ബാബുൽ ഉസൂൽ അല്ലെങ്കിൽ അതിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അതെല്ലാം വൈരുദ്ധ്യമായിട്ട് അനുഭവപ്പെടും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനവുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 34-ാമത്തെ വചനം, ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരുടെ തിന്മകളെപ്പോലും നമ്മൾ നന്മ കൊണ്ട് നമ്മൾ നേരിടണം. ഇദ്ഫാ ബില്ലത്തി ബി അഹ്സൻ കഅന്നഹു വലിയുൻ ഹമീദ്. അവരെ മിത്രങ്ങളായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ്റെ ചില ഭാഗങ്ങളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ശത്രുക്കളുമായിട്ടുള്ള സമീപനം ഇപ്പോൾ സൂറത്തുൽ ഹജ്ജിൽ അതേപോലെ തന്നെ സൂറത്ത് മുഹമ്മദിൻ്റെ ആദ്യ ഭാഗത്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, അവരെ കണ്ടെടുത്ത് വെച്ചുകൊണ്ട് വധിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ്റെ ചില ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വചനങ്ങൾ ശത്രുക്കളോട് സമീപിക്കേണ്ട രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള രണ്ട് വചനങ്ങളാണ്. അപ്പോൾ ഈ വചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരം വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സീറ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹദീസ് വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ വചനം, അതായത് ശത്രുക്കളെ മിത്രങ്ങളായിട്ട് സ്വീകരിക്കണം, അവരോട് നല്ല സമീപനത്തിൽ വർത്തിക്കണം എന്നുള്ളത് പ്രവാചകൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ മക്ക കാലഘട്ടത്തിൽ ശത്രുക്കളുമായിട്ട് സ്വീകരിക്കേണ്ട നയങ്ങളും, രണ്ടാമതായിട്ട് പറയുന്ന ഈ വചനങ്ങളെല്ലാം മദീന കാലഘട്ടത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങിയ വചനങ്ങളുമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹദീസ് നമ്മുടെ മുന്നിൽ വേണം. അതല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിതമില്ലാതെ ഒരിക്കലും പരിശുദ്ധ ഖുർആനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക സാധ്യമല്ല. ഇനി പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിലേക്ക് ഈ വിഷയം സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും 8 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ 8 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഖുർആൻ ഏത് രൂപത്തിലാണ് ഹദീസിനെ സംരക്ഷിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ പോയിന്റ്, പരിശുദ്ധ ഖുർആൻ എല്ലാ പ്രവാചകന്മാരും മഅസൂമികളാണ് അല്ലെങ്കിൽ തെറ്റ് വരാത്തവരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഖുർആനിലുടനീളം പറയുന്നുണ്ട്. പ്രവാചകന്മാർ തെറ്റ് പറ്റാത്തവരാണ്. ചെറിയ പാപങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് 1% പോലും തെറ്റ് വന്നിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു കളവും നടത്താതെ അത് അള്ളാഹു ഏത് രൂപത്തിലാണ് അവർക്ക് വഹി നൽകിയത് അതേ രൂപത്തിൽ തന്നെ അവർ സമൂഹത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലുടനീളം യാതൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മാഇദയുടെ 67-ാമത്തെ വചനം, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫഇല്ലം തഫ്അൽ ഫമാ ബല്ലഅത റിസാലതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നീ നിന്റെ രക്ഷിതാവിൽ നിന്നും അവതരിച്ചത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക.
അത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഅത റിസാലത്തുഹു, നീ നിൻ്റെ പ്രവാചകത്വം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകന്മാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം അള്ളാഹു അവതരിപ്പിച്ച് തന്നത് അത് ജനങ്ങളിലേക്ക് അതേ രൂപത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കൃത്രിമം വരുത്തുകയാണെങ്കിൽ, എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതായിട്ട് സൂറത്തുൽ ഹാഖയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കണിശമായിട്ടുള്ള രൂപത്തിൽ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാഹു മിൻഹുൽ വതീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഞാൻ നൽകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നൽകുന്ന വഹയിൽ നീ വല്ല കളവും ചെയ്യുകയാണെങ്കിൽ ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ, വലത് കൈകൊണ്ട് ഞാൻ നിന്നെ പിടികൂടും. സുമ്മ ലഖതഅനാഹു മിൻഹുൽ വതീൻ, നിന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും. എത്ര ഗൗരവകരമായിട്ടുള്ള രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് സംസാരിക്കുന്നത്. ഞാൻ നൽകുന്ന സന്ദേശങ്ങളിൽ വല്ല കൃത്രിമവും കാണിക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് നിന്നെ പിടികൂടി നിന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന സന്ദേശത്തിൽ കൃത്രിമം കാണിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര കണിശമായിട്ട് പ്രവാചകനെ താക്കീത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നും വരുന്നതെല്ലാം, അല്ലെങ്കിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത്ര ശക്തമായ രൂപത്തിൽ സംസാരിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രവാചകൻ സംസാരിക്കുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദീനുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രവാചകൻ്റെ വായിൽ നിന്നും വരുന്നതെല്ലാം സത്യമാണ്, 100% സത്യമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ പഠിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഹദീസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകൻ്റെ സംസാരം അല്ലെങ്കിൽ ഹദീസുകൾ ആ കാലഘട്ടത്ത് തന്നെ രേഖപ്പെടുത്താനായിട്ടൊരു പ്രത്യേക വിഭാഗം സ്വഹാബികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അവരുടെ ഇത്തരം ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹദീസ് തന്നെ നോക്കുക. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് മുഴുവനും എഴുതണോ? താങ്കൾ ചില സമയത്ത് തമാശ പറയാറുണ്ടല്ലോ, അപ്പോൾ അതും ഞാൻ രേഖപ്പെടുത്തണോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഈ നാവിൽ നിന്നും സത്യമല്ലാതെ ഒന്നും പുറത്തു വരികയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അത് തമാശയാണെങ്കിൽ പോലും അത് രേഖപ്പെടുത്തണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമാശയിൽ നിന്നുമാണ് പല പണ്ഡിതന്മാരും പല കാര്യങ്ങളും അതിൽ നിന്നും ആ ഒരു തമാശയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് മതനിയമങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാം മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്നൊരു സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ കിടക്കുന്നൊരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹുവിന് അസുഖം ബാധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തലവേദന വന്ന സന്ദർഭത്തിൽ എൻ്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹു അവിടെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വേദന സഹിക്കാൻ കഴിയാതെ. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അസുഖം ബാധിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. പ്രവാചകൻ്റെ തമാശയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നൊരു ഹദീസ്, വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ സന്ദർഭത്തിൽ ഓ ആയിഷ, നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഇപ്പം സംഭവിക്കുകയാണെങ്കിൽ നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ളത് ഞാനാണ് അവശേഷിക്കുന്നത്, പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത്?
നിന്നേക്കാൾ അസുഖം ബാധിച്ചാണ് ഞാൻ കിടക്കുന്നത്, അപ്പോൾ ഞാനാണ് ഈ രൂപത്തിൽ എൻ്റെ തല എന്ന് പറഞ്ഞ് കരയേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയായിട്ട് പറഞ്ഞ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിങ്ങൾ ഈ രൂപത്തിൽ ചിന്തിക്കാനുള്ള കാരണം എനിക്കറിയാം, ഞാനെന്തെങ്കിലും ആയാൽ നിങ്ങൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനല്ലേ എന്ന് തമാശ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോലും പ്രവാചകന് ഈ രൂപത്തിലുള്ള തമാശ പറയാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിൻ്റെ അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം. പക്ഷേ ഈ ഒരു തമാശയിൽ നിന്നാണ് ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാമെന്നുള്ള ഒരു ഫിഖ്ഹ് പണ്ഡിതന്മാർ അതിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നാണ് അത്തരത്തിലൊരു വിഷയം അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, വൃദ്ധയായ സ്ത്രീയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു തമാശ, വൃദ്ധകളാരും സ്വർഗത്തിൽ പോകാറില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാ പ്രവാചകൻ്റെ തമാശകളിൽ പോലും നിരവധി കാര്യങ്ങൾ, അത് ദീനിയായിട്ട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയുന്ന തമാശകൾ പോലും രേഖപ്പെടുത്തണമെന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ജീവിതത്തിൽ വളരെ അള്ളാഹുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. അപ്പം ഒരു വീഴ്ചയും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അയച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, അള്ളാഹു എന്തിനാണ് അവരയച്ചത്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചതിൽ യാതൊരു ലക്ഷ്യവുമില്ലെങ്കിൽ പിന്നീട് എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ ഇട്ട് അത് യാദൃച്ഛികമായിട്ട് ഏതെങ്കിലും അത് പർവ്വതത്തിൽ കണ്ടെത്തുകയും അവരത് കൊണ്ടുപോയി പഠിച്ച് അവർ മുസ്ലിം ആവുകയും ചെയ്താൽ പോരായിരുന്നു? അല്ലെങ്കിൽ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലെങ്കിൽ പ്രവാചകനിലൂടെ മാത്രമായിട്ട് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്? അള്ളാഹിൻ്റെ പ്രവാചകന് യാതൊരു റോളും ഇല്ലെങ്കിൽ ഒരു നൂലിൽ കെട്ടിയ മുകളിൽ നിന്ന് ഇറക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവതരിപ്പിക്കുക ചെയ്താൽ പോരായിരുന്നു? അപ്പോൾ പ്രവാചകന് ഒരു റോളും ഇല്ല. അപ്പോൾ നമ്മൾ പറയപ്പെടാറുള്ളത് പോലെ ഒരു കൊറിയർ സർവീസിൻ്റെ മാത്രം ജോലി. ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു കൊറിയർ പാക്ക് നമ്മൾ ലഭിക്കുമ്പോൾ നമ്മളാരും കൊണ്ടുവന്ന ആളെ പരിശോധിക്കാറില്ല, നമ്മൾ ആ ഒരു പാക്കേജ് മാത്രമേ നമ്മൾ പരിശോധിക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു ഫെഡക്സോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കാർഗോ വരുന്നത് പോലെ ഒരാൾ ഒരു സാധനം കൊണ്ടുവന്നൊരു പാക്ക് തരുമ്പോൾ നമ്മൾ ആ പാക്ക് അല്ലെങ്കിൽ കൊണ്ടുവന്ന ആൾക്ക് യാതൊരു പ്രസക്തിയില്ല എന്നുള്ള പോലെ അത് മാത്രമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു റോള് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അല്ലെങ്കിൽ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം? അപ്പോൾ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയോട് ആശയവിനിമയം നടത്തിയതെല്ലാം നേർക്ക് നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആശയവിനിമയം നടത്തിയിട്ടില്ല പ്രവാചകന്മാരിലൂടെയല്ലാതെ. ആദ്യ കാലഘട്ടം മുതലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതെല്ലാം പ്രവാചകന്മാരിലൂടെയാണ്. അപ്പോൾ ഈ ഒരു പ്രവാചകന്മാരെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത്? അവർക്ക് യാതൊരു റോളും ഇല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്? അപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിനുള്ള മറുപടി സൂറത്തു നിസായിൽ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ ഒരു നബിയെയും ഞാൻ അയച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, വളരെ കൃത്യമാണ് ആയത്ത്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകന്മാരുടെ അയക്കുന്ന ഉദ്ദേശം തന്നെ അവരെ അനുസരിക്കപ്പെടണമെന്നുള്ളതാണ്. അപ്പം ഇതേ രൂപത്തിൽ എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായിട്ട് പരിശുദ്ധ ഖുർആനിലുടനീളം കാണാൻ സാധിക്കും. സൂറത്തു ഷുഅറ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 20-ലേറെ പ്രവാചകന്മാരെ ആ സൂറത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോഴും ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫത്തഖുല്ലാഹ ഫഅതിഊനി, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വചനം
അത് തുടർന്നുള്ള ഓരോ ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ പ്രവാചകന്മാരും പറയുന്നത് ഫത്തഖുല്ലാഹ ഫഅതിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിന്തുടരുക. അതായത് പ്രവാചകനെ പിന്തുടരണം എന്നുള്ളത് തന്നെയാണ് പ്രവാചകനെ അയക്കുന്നതിലുള്ള യുക്തി. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുന്നത് അവരെ പിന്തുടരപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സ്വഹാബികൾ മുഴുക്കെ പ്രവാചകനെ പിന്തുടരുന്നു. ഈ ഒരു കാര്യത്തിൽ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തന്നെ നോക്കുമ്പോൾ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിക്കടി സ്വഹാബികൾ പിന്തുടർന്നപ്പെട്ടിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു ഉദാഹരണം, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനിടയിൽ ചെരുപ്പഴിച്ചു വെച്ചു. ഇത് കണ്ട മുഴുവൻ സ്വഹാബികളും, പിറകിൽ നമസ്കരിക്കുന്ന മഅ്മൂമികളായിട്ടുള്ള മുഴുവൻ സ്വഹാബികളും ചെരുപ്പ് ഊരി വെച്ചു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് ഞാൻ ഊരി വെച്ച സന്ദർഭത്തിൽ നിങ്ങളത് ചെയ്തത്? അപ്പോൾ സ്വഹാബികളായിട്ടുള്ള ആളുകൾ മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ, നിങ്ങൾ ചെയ്തത് അതേപോലെ ഞങ്ങൾ ചെയ്യാൻ കാരണം, നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ ചെരുപ്പിൽ നജസ് ഉണ്ട് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരത്തിനിടയിൽ എനിക്ക് വഹി നൽകി, അതുകൊണ്ടാണ് ഞാനത് ഊരി വെച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകുന്നതായിട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചര്യകളും അവർ അടിക്കടി പിന്തുടരാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഖുർആനിലെ പല വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അവർ പിന്തുടരപ്പെട്ടതിനെ പ്രശംസിക്കുന്നതായിട്ടും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുന്നുണ്ട്. വഖാലു സമിഅനാ വഅതഅനാ, അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അവർ പിന്തുടരുന്ന സമയത്തെല്ലാം അള്ളാഹു അവരെ പ്രകീർത്തിക്കുന്നതായിട്ട് ഖുർആനിൽ കാണുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ പ്രവാചകനെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ പിന്തുടരപ്പെടാതെ പ്രവാചകനെ അവഗണിക്കുന്ന സന്ദർഭത്തിൽ ശക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ആൽ ഇമ്രാൻ്റെ 165 വചനത്തിൽ ഉഹദുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആയത്ത്, ഉഹദ് വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം അവർ ആ മലമുകളിൽ നിന്നും മാറി, ആ ഒരു കാരണത്താൽ പിന്നീട് ശത്രുക്കൾ നമുക്ക് നേരെ ആധിപത്യം നേടുകയുണ്ടായി. അപ്പോൾ ഉഹദിലെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നൊരു വചനം സൂറത്തു ആൽ ഇമ്രാൻ്റെ 165 ആയത്ത്. ഈ ആയത്തിൽ ഖദ് അസബ്തും മിസ്ലിഹ ഖുൽതും അന്നാ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം, ഈ ഒരു പരാജയത്തിനുള്ള കാരണം അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പാപം തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. ഇവിടെ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ കാണിച്ച അനുസരണക്കേടാണ്. അപ്പോൾ ശക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കപ്പെടാതിരിക്കുന്ന സന്ദർഭത്തിലെല്ലാം ശക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ ഖുർആൻ ഈ അവതരിക്കുന്ന പശ്ചാത്തലങ്ങളിലെല്ലാം ഈ 23 വർഷക്കാലം പ്രവാചകനെ അടിക്കടി അവർ പിന്തുടരുന്നിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം എന്തിനാണ് പിന്തുടരുന്നത്, അപ്പോൾ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ അതിലും യാതൊരു സംശയമില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പിന്തുടർക്കപ്പെട്ടിരുന്നു എന്ന് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. നിരവധി വചനങ്ങൾ അതിന് തെളിവായിട്ടുണ്ട്. പിന്നീട് ഖുർആൻ നമ്മളോട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിന്തുടരണം എന്ന് പല രൂപത്തിലായിട്ട് ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത വചനങ്ങളിൽ പരിശുദ്ധ ഖുർആനിലുടനീളം ആ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനങ്ങൾ നമ്മൾ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അപ്പം ഈ വചനങ്ങളെ 5 കാറ്റഗറി ആയിട്ട് വേർതിരിച്ചുകൊണ്ട് ഓരോന്നായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നാലാമത്തെ പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. ഈ നാലാമത്തെ പോയിന്റിൽ അപ്പോൾ നമ്മൾ സബ് കാറ്റഗറി ആയിട്ട് ഓരോന്ന്. ഒന്നാമത്തെ പോയിന്റ്, പരിശുദ്ധ ഖുർആനിലുടനീളം കാണുന്ന ചില വചനങ്ങൾ. ആ വചനങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള വചനങ്ങൾ. ഒന്നാമത്തെ കാറ്റഗറി ആമിനു ബില്ലാഹി വ റസൂലിഹി, ഈ രൂപത്തിലുള്ള വചനങ്ങൾ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ബില്ലാഹി വ റസൂലിഹി എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനിലും വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പ്രവാചകനുള്ള വിശ്വാസം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ആമിനു ബില്ലാഹി വ റസൂലിഹി. അപ്പോൾ പ്രവാചകനൊരു റോളും മതത്തിലില്ലെങ്കിൽ പിന്നെ പ്രവാചകനിൽ വിശ്വസിക്കണമെന്ന് പറയുന്നതിലുള്ള യുക്തി എന്താണ്? അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ കലിമത്ത്, നമ്മൾ ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിക്കേണ്ട ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള പദത്തിന് അല്ലെങ്കിൽ അത് യാതൊരു റോളും ഇല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം ആമിനു ബില്ലാഹി വ റസൂലിഹി എന്ന് പറയുന്നത്? അപ്പം ഷിർക്കാണ് ഏറ്റവും അള്ളാഹു പുറത്തു തരാത്ത ഒരേ ഒരു പാപമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് കലിമത്ത് തൗഹീദിൻ്റെ കൂടെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉൾപ്പെടുത്തിയത്? കാരണം നമുക്ക് കൃത്യമായിട്ടും നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ ഒരാൾക്ക് യാതൊരു സംശയമില്ല. കാരണം തൗഹീദ് മനസ്സിലാക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ തീർച്ചയായിട്ടും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വേണം. ഒരർത്ഥത്തിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂല ഉൾക്കൊണ്ടാൽ മാത്രമേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാവുകയുള്ളൂ. കാരണം എന്താണ് തൗഹീദ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൃത്യമായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഈ തൗഹീദ് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആമിനു ബില്ലാഹി വ റസൂലിഹി. അതായത് നിങ്ങൾ എത്ര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരിക്കുന്നുവോ അത്രയേറെ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അറിയുന്നവരായിരിക്കും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ. നബിയെക്കുറിച്ച് അജ്ഞരായ ആളുകളായിരിക്കും അള്ളാഹുവിൽ നിന്നും ഏറ്റവും അകന്ന ആളുകൾ. നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മൾ നിത്യജീവിതത്തിലൊന്ന് അത് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ പ്രവാചകനെ കൂടുതൽ അറിയുന്തോറും നമ്മുടെ ഈമാൻ, അതാണ് ആമിനു ബില്ലാഹി വ റസൂലിഹി, ഈമാൻ വർദ്ധിച്ചു വരും. ആ ആളുകളായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകളായിട്ട് നമ്മൾ തന്നെ കാണപ്പെടുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലുടനീളം ആമിനു ബില്ലാഹി വ റസൂലിഹി എന്നുള്ള ഒരു വചനം നമുക്ക് കാണുന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കാനായിട്ട് അള്ളാഹു കൽപ്പിക്കുന്ന വചനങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറി. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില ഭാഗങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നുണ്ട്, വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. അപ്പോൾ സൂറത്തു നഹ്ലിലെ 44-ാമത്തെ വചനം, വ അൻസൽനാ ഇലൈക ദിക്റ, ഞാൻ നിനക്ക് ഉത്ബോധനം ദിക്ർ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. അതായത് ഖുർആനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നത്. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നീ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, വളരെ കൃത്യമാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത് ലിതുബയ്യിന ലിന്നാസ്, നീ ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു റോളും ഇല്ലെങ്കിൽ പിന്നീട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനക്ക് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. ആ വിശദീകരണം എന്താണ് എന്ന് ഈ രൂപത്തിൽ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ മറുപടി പറയേണ്ടതുണ്ട്. ലിതുബയ്യിന ലിന്നാസ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണമാണ്. അത് തന്നെയാണ് നമ്മൾ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ മൂന്നാമത്തെ വിഭാഗം ആയത്തുകൾ പരിശുദ്ധ ഖുർആനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ചിലത് അവതരിപ്പിച്ചതായിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പം ആ വചനങ്ങൾ, അല്ലെങ്കിൽ ആ വചനങ്ങൾ ഏത് രൂപത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുക? ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലെ തന്നെ ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. നിരവധി വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബ വൽ ഹിക്മ എന്ന് പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ കിതാബ് എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം പരിശുദ്ധ ഖുർആനെ തന്നെയാണ് അള്ളാഹു അർത്ഥമാക്കുന്നത്. പക്ഷേ ഈ ഹിക്മ എന്നുള്ള വചനം കൊണ്ട് അള്ളാഹു എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇമാം ഷാഫി അൽ ഹിക്മത്തു ഹിയ സുന്ന, ഇവിടെ ഹിക്മത്ത് എന്നുള്ളത് കൊണ്ട് അള്ളാഹു അർത്ഥമാക്കുന്നത് അത് സുന്നത്തിനെയാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തുർമുദി ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അലാ ഇന്നി ഊതീതുൽ ഖുർആന വ മിസ്ലഹു മഅ,
എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും അതോടൊപ്പം തന്നെ മറ്റു ചിലതും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ആ മറ്റു ചിലതാണ് ഇവിടെ ഹിക്മത്ത് എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള വചനങ്ങളെല്ലാം അൻസൽനാ അലൈക്കൽ കിതാബ വൽ ഹിക്മ എന്നുള്ളത് കൊണ്ട് ഹിക്മത്ത് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഹദീസുകളാണ്. അഞ്ചാമതായിട്ടുള്ള വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുടനീളം മറ്റു വിഭാഗം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് വചനങ്ങൾ ഈ ഒരു കാര്യത്തിൽ, നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. വമൻ യുത്തിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അള്ളാഹുവിനെ ആരെങ്കിലും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമാണ്. അതല്ലെങ്കിൽ മറ്റുള്ള വചനങ്ങൾ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, ഒരുപാട് വചനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അവിടെ അത്തിയുല്ലാഹ നമുക്കറിയാം അള്ളാഹുവിനെ അനുസരിക്കൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ പിന്തുടരലാണ്. അത്തിയുർ റസൂല എന്നുള്ളതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? റസൂലിന് യാതൊരു റോളുമില്ല, അല്ലെങ്കിൽ പ്രവാചകൻ്റെ സുന്നത്ത് ഇല്ലെങ്കിൽ പിന്നെ പ്രവാചകനെ ഇത്താഅത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല ഹദീസ് ഉൾക്കൊള്ളാതെ. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഹദീസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിലേക്ക് ഒരായത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ ഒരു ആയത്ത് തന്നെ യഥാർത്ഥത്തിൽ വളരെ വിശദീകരിക്കേണ്ട ഒരു ആയത്താണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരിശോധിച്ച സന്ദർഭത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ആയത്ത്, ഈ ഒരൊറ്റ ആയത്ത് മതി ഹദീസ് എന്നുള്ള ഇങ്ങനെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഈ ഒരു സുന്നത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നതിലേക്ക് ഈ ഒരൊറ്റ ആയത്ത് മാത്രം നമുക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാം. അതായത് ഇതിൽ തന്നെ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഈ ഒരു ആയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തു നിസാഇൻ്റെ 65-ാമത്തെ വചനം ആയത്ത് എടുത്തൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അപ്പോൾ അത് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഗൗരവം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സത്യം അല്ലെങ്കിൽ ഈ രൂപത്തിൽ ശപഥം ചെയ്യാൻ വേണ്ടി അല്ലാഹു സൃഷ്ടികളെ ഉപയോഗിക്കുന്നതായിട്ട് ഖുർആനിലുടനീളം കാണാൻ സാധിക്കും. അപ്പം സൂര്യനെയും ചന്ദ്രനെയും പ്രഭാതത്തെയും രാത്രിയെയും എല്ലാം പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹുവിനെ പിടിച്ച് തന്നെയാണ് സത്യം ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രസ്താവനയുടെ ഒരു ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലാ യുഅ്മിനൂന, അവരൊരിക്കലും വിശ്വസിക്കില്ല. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവരൊരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ പറയാൻ പോകുന്ന വിഭാഗം ആളുകൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്നുള്ളതിന് അള്ളാഹു തന്നെയാണ് സത്യം. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിന്നെ വിധികർത്താവായിട്ട് സ്വീകരിക്കുന്നത് വരെ അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല. അപ്പോൾ അവർ തുമ്മലാ യജിദു അൻഫുസഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർ നിന്നെ വിധികർത്താവായിട്ട് സ്വീകരിക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായിട്ട് സ്വീകരിക്കണമെന്നുള്ളതാണ്. അവിടെ പരിശുദ്ധ ഖുർആൻ അവിടെ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിധികർത്താവായിട്ട് സ്വീകരിക്കണം. ഹത്താ യുഹക്കിമൂക എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹത്താ യുഹക്കിമൂക്കൽ ഖുർആന എന്ന് പറഞ്ഞിട്ടില്ല, ഹത്താ യുഹക്കിമു മാ ഉൻസൽനാ ഇലൈക എന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഹത്താ യുഹക്കിമൂക എന്ന് പറയുന്നത് പ്രവാചകനെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായിട്ട് സ്വീകരിക്കാത്തിടത്തോളം കാലം അവർ വിശ്വാസികളാവുകയില്ല എന്നുള്ളതാണ്. ഈമാൻ അവർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഒരൊറ്റ ആയത്ത് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആയത്ത് തന്നെ തെളിവാണ്. പിന്നീട് അടുത്ത വിഭാഗം, ആറാമതായിട്ടുള്ള വിഭാഗം ചില ആയത്തുകൾ. ഈ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ കുൻതും തുഹിബ്ബൂന, ആദ്യത്തിൽ ഓതി വെച്ച ആയത്ത്, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ പിന്തുടരുക എന്നുള്ള രൂപത്തിലുള്ള ആയത്തുകൾ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആലിമ്രാനിലെ തന്നെ 31-ാമത്തെ ആയത്താണത്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിന്തുടരുക എന്നുള്ള രൂപത്തിൽ പറയുന്ന ആയത്തുകൾ. 6-ാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിമ വാഴ്ത്തുന്ന അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട അദബുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിശുദ്ധ ഖുർആനിലുടനീളം വരുന്ന ആയത്തുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ ഹുജറാത്തിൻ്റെ ആദ്യ ഭാഗത്ത് ലാ തർഫഉ അസ്വാത്തക്കും ഫൗഖ സൗത്തിൻ നബി, അവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേലെ നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അപ്പം ശബ്ദം പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേലെ ഉയർത്താൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം നമ്മളോട് പങ്കുവെക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കണിശമായിട്ട് നമ്മോട് കൽപ്പിക്കുന്ന ഈ ഒരു ആയത്തിൽ നമ്മൾ ചിന്തിച്ചു, ശബ്ദം പോലും ഉയർത്താൻ സാധ്യമല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് നേരെ നമ്മൾ ഉയർത്തുക? കേവല സംസാരത്തിൽ ശബ്ദം പോലും ഉയർത്താൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ദീനീ കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം പ്രവാചകൻ്റെ മേലെ നമ്മൾ വെക്കുക? അപ്പോൾ എത്രത്തോളം ഗൗരവകരമാണ് ഈ ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു ആയത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ വിശദീകരിക്കുന്ന ആയത്തുകളുണ്ട്. ഇപ്പം ഒരാൾ സംശയിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ പ്രവാചകൻ്റെ തന്നെ വചനങ്ങളായിക്കൂടെ? അതിൽ വചനങ്ങളല്ല എന്നുള്ളതിന് തെളിവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ്റെ ഈ ദൈവികതക്കുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു വചനം ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നിരവധി തെളിവുകൾക്കിടയിൽ ഏറ്റവും വലിയൊരു തെളിവ് നീ ഏറ്റവും നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വാഴ്ത്തുന്നൊരു വചനമാണ്. അതേപോലെ തന്നെ മറ്റൊരു വചനം സൂറത്തു ആലിമ്രാനിലെ മറ്റൊരു വചനത്തിൽ ജനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് വരാൻ കാരണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് ജനങ്ങൾ ആകർഷിക്കാനുള്ള കാരണം അത് പ്രവാചകൻ്റെ സ്വഭാവ മഹിമയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നീ ഒരു ഹൃദയ നൈർമല്യം നിനക്കില്ലെങ്കിൽ ജനങ്ങളെല്ലാം നിന്നിൽ നിന്നും അകന്നു പോകുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലിമ്രാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പം പ്രവാചകൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിൽ അല്ലെങ്കിൽ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവമാണെന്ന് ഖുർആൻ പല സ്ഥലത്തും വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഖുർആൻ ദൈവികമാണെന്നുള്ളതിന് തെളിവ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സ്വഭാവ മഹിമയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളുടെ സ്വഭാവം എന്നുള്ളത് എന്താണ് ഒരാളുടെ സ്വഭാവം? അയാളുടെ പ്രവൃത്തി, അയാളുടെ വാക്ക്, അല്ലെങ്കിൽ അയാൾ ഏത് രൂപത്തിലാണ് ജനങ്ങളോട് ഇടപഴകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം ഈ ഒരു സ്വഭാവ മഹിമയെ അള്ളാഹു വാഴ്ത്തുന്നത്? അതിൽ എന്ത് ലോജിക്കാണുള്ളത്? അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിന് അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജനങ്ങളുമായിട്ട് ഇടപഴകിയതിൽ മതത്തിൽ യാതൊരു വിലയുമില്ലെങ്കിൽ ഈ ഒരു അള്ളാഹുവിൻ്റെ പ്രസ്താവനയ്ക്ക് എന്ത് ലോജിക്കാണ് ഉള്ളത്? അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാന ഖുലുഖുൽ ഖുർആന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിതം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഈ 6-ാമത്തെ ഒരു വിഭാഗം ആയത്തുകൾ അല്ലെങ്കിൽ അടുത്ത വിഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഖുർആനിൽ നിന്നുള്ള ചില ആയത്തുകളാണ് ഉദ്ധരിക്കപ്പെട്ടത്. ഇനി നമ്മൾ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹദീസിൽ നിന്നുള്ള തന്നെയുള്ള തെളിവുകൾ, ഹദീസുകൾ ഹദീസിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവചനം നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹദീസിൽ. അതായത് ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ഹദീസുകളിൽ തന്നെ കാണുന്ന പ്രവാചകൻ്റെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവചനം അബൂദാവൂദും തിർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ, ഇബാദ് ബിൻ സാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രവചനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവസാന കാലം വരും, ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ അവരെല്ലാം ചാരു കസേലയിൽ ഇരുന്ന് അരീക്ക എന്ന ഹദീസിൽ സൂചിപ്പിക്കുന്ന ഒരു വചനം. അതായത് ചാരു കസേല എന്നുകൊണ്ട് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് വളരെ
വളരെയധികം സൗകര്യം വരുന്ന ഒരു കാലഘട്ടം പിന്നീട് എൻ്റെ കാലങ്ങൾക്ക് ശേഷം, എൻ്റെ മരണത്തിന് ശേഷം പിന്നീട് കാലഘട്ടം കഴിഞ്ഞ് വളരെ സൗകര്യമുള്ളൊരു കാലം പിന്നീട് വരും. ആ കാലഘട്ടത്തിൽ ഒരാളിങ്ങനെ സൗകര്യപൂർവ്വം ഇരുന്ന് അയാൾ പറയും, ഖുർആൻ മാത്രമാണ് നമുക്കുള്ളത്, ഖുർആൻ്റെ കൂടെ ഒന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറയുന്ന സന്ദർഭത്തിൽ അയാൾ പറയും, അത് ഖുർആനിലല്ലേ ഉള്ളൂ, ഹദീസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് അങ്ങനെ ചോദിക്കുന്നൊരു വിഭാഗം ആളുകൾ പിൻകാലഘട്ടത്തിൽ വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നതായിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടെയാണ് ഈ വിഭാഗം ആളുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ പറയുന്നു, അലാ ഇന്നി ഊതീതുൽ ഖുർആന മിസ്ലഹു മഅ, നേരത്തെ സൂചിപ്പിച്ച വചനം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം, അള്ളാഹു ഖുർആനിൻ്റെ കൂടെ എനിക്ക് മറ്റ് ചിലത് നൽകിയിട്ടുണ്ട് എന്ന് അതേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലഘട്ടത്തിൽ ഈ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ഹദീസുകൾ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഇപ്പോൾ പറയുന്ന ചില ആളുകൾ പറയാറുണ്ട് ഖുർആൻ്റെ കൂടെ ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ നിരവധി ഹദീസുകളിൽ സ്വഹാബികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് കൽപ്പിക്കുന്ന നിരവധി ഹദീസുകളുണ്ട്. ഈ ഹദീസുകളുടെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കു മീതെ കളവ് പറയുന്നതിനെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഹദീസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സംരക്ഷിക്കപ്പെടേണ്ടതില്ലെങ്കിൽ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ ഈ ഹദീസ് എഴുതാൻ വേണ്ടി കൽപ്പിച്ചത്? അതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മീതെ കളവ് പറയുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശക്തമായിട്ട് വിലക്കാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള മുഴുവൻ ഹദീസുകളിലും, അല്ലെങ്കിൽ 10,000-കണക്കിന് ഹദീസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഹദീസുകളിലെല്ലാം ഏറ്റവും കൂടുതൽ ചെയിനോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഒരേ ഒരു ഹദീസാണുള്ളത്. അപ്പോൾ നിങ്ങൾ ലോകത്തുള്ള ഏത് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്താലും അതിലെല്ലാം ഉദ്ധരിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സനദോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, ഏറ്റവും കൂടുതൽ സനദോട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഏതാണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് മീതെ കളവ് പറയുന്നതിനെ ശക്തമായിട്ട് താക്കീത് ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടതിലുള്ളൊരു യുക്തി, സുബ്ഹാനല്ലാഹ്, അത് തന്നെ ഈ വിഷയത്തിലുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽ യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ മീതെ ആരെങ്കിലും ഒരാൾ കരുതിക്കൂട്ടി കളവ് പറയുകയാണെങ്കിൽ ഫൽ യതബവ്വ മഖഅദഹു മിനന്നാർ, അവർ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. ഈ ഒരു ഹദീസ് തന്നെ ഇത്രയേറെ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് അള്ളാഹു നിലനിർത്താനുള്ള കാരണം അത് തന്നെ കൃത്യമായിട്ട് നമുക്ക് തെളിവ് നൽകുന്നുണ്ട്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട അവസാനത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഹദീസും ഖുർആനൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരേ ഒരു പോയിന്റ് തന്നെ, അതിലേറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെ, അതായത് ദീനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങൾ പോലും യഥാർത്ഥത്തിൽ നിർവഹിക്കാൻ സാധ്യമല്ല ഹദീസില്ലാതെ. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആൻ വന്നതും യഥാർത്ഥത്തിൽ പ്രവാചകനിലൂടെയാണ്. രണ്ടും ഒരേ വായിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഖുർആൻ വന്നത് അതേ വായിൽ നിന്നാണ് ഹദീസും വരുന്നത്. അപ്പം ഒരാൾ പറയുന്ന ഒരു വിഭാഗം വചനങ്ങളെല്ലാം അത് ദൈവീകവും മറ്റുള്ളത് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലുള്ള ഒരു ലോജിക്ക്, അത് എത്രത്തോളം വലിയൊരു വിഡ്ഢിത്താണ്. ചില ആളുകൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ എൻ്റെ സംസാരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ സംസാരിക്കുന്ന ഒരു ഭാഗം വാക്കുകളെല്ലാം 100% സത്യസന്ധവും, മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ 100% അത് സത്യമല്ലാതിരിക്കുകയും ചെയ്യുന്നതിലുള്ള ഒരു ലോജിക്ക്, അത് എത്രത്തോളം വലിയ വിഡ്ഢിത്താണെന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തന്നെ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇത് ഈ വിഷയത്തിൻ്റെ അവസാനം എന്നുള്ള രൂപത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ആരോപണം, പരിശുദ്ധ ഖുർആൻ
ഖുർആൻ പൂർണ്ണമാണെങ്കിൽ എന്തിനാണ് ഹദീസ്? ഖുർആനിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഈ ഖുർആൻ മതി നിങ്ങൾക്ക് എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. അപ്പോൾ ആ വചനങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഖുർആൻ തന്നെ പറയുന്നു ഖുർആൻ മതി നിങ്ങൾക്ക് എന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഖുർആൻ്റെ മേലെ ഹദീസ് സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് നമ്മളും ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ മതി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ആ ഒരു പശ്ചാത്തലം കൂടെ, അല്ലെങ്കിൽ ഇത്തരം ആയത്തുകൾ എടുക്കുമ്പോൾ ആയത്തിൻ്റെ മുന്നും പിന്നും നോക്കാതെ ഈ രൂപത്തിലുള്ള ആയത്തുകൾ ഉദ്ധരിക്കുമ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ സൂറത്തുൽ അങ്കബൂത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആയത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവലം യക്ഫി ലഹും അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ, നിനക്ക് ഈ ഒരു വേദഗ്രന്ഥം തന്നെ പോരെ തെളിവായിട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം. അവലം യക്ഫി ലഹും അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ എന്ന് ചോദിക്കുന്ന ചോദ്യം, ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കണം. ഈ പശ്ചാത്തലം ആയത്തിൻ്റെ മുന്നത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം, അവർ ചോദ്യം വഖാലു ലൗല അൻസൽനാ അലൈക്കൽ ആയാത മിർ റബ്ബിഹി ഖുൽ ഇന്നമൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻഗാമികളായിട്ട് വന്നിട്ടുള്ള പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്കറിയാം. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കടൽ പിളർത്തിയായിട്ടുള്ള ഈ രൂപത്തിലുള്ള അത്ഭുതങ്ങളെല്ലാം മറ്റുള്ള പ്രവാചകന്മാരിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത്രയും വലിയ മോചിതത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള മോചിതത്ത് അള്ളാഹു നൽകാത്തത് എന്നുള്ള ശത്രുക്കളുടെ ആരോപണം. ഈ ആരോപണങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മറുപടി പറയുന്നത്. അതായത് അത്രയും വലിയ മോചിതത്തൊക്കെ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിനേക്കാൾ വലുതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്നുള്ളത്. അപ്പം എന്തിനാണ് ഈ രൂപത്തിലുള്ള മോചനത്തിനേക്ക് ഖുർആൻ മാത്രം പോരെ എന്നുള്ളൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ഈ ഒരു ആയത്തെടുത്തിട്ടാണ് പിന്നീട് അവർ പറയുന്നത് ഖുർആൻ മാത്രം പോരെ എന്നുള്ള. ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാത്തിടത്തോളം ഈ രൂപത്തിലുള്ള ചിന്താഗതി തീർച്ചയായിട്ടും ആയത്തിൽ നിന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ സാധിക്കും. മറിച്ച് ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അല്ലാഹു അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഒരു ചുവന്ന ചട്ടയിലുള്ള ഒരു ഗ്രന്ഥമാണ്. ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് നമ്മുടെ ഷെൽഫിൽ വെച്ച ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളാണ്. ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തുർമുദി രൂപത്തിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചിന്ത അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഒരു ഗ്രന്ഥം, ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഗ്രന്ഥരൂപത്തിൽ 2 സെക്ഷനായിട്ടാണ് നമ്മുടെ ചിന്ത വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുമ്പോഴും ഹദീസ് അല്ലെങ്കിൽ ഖുർആൻ വിശദീകരണമായിട്ടുള്ള ഹദീസ് എന്ന് പറയുമ്പോഴെല്ലാം അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മനുഷ്യൻ്റെ രൂപമായിരിക്കും. അത് അത്ഭുതപ്പെടുന്ന ഒരു നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ഖുർആൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ 2 പുസ്തക രൂപത്തിലല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഖുർആനും ഹദീസും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഏതെങ്കിലും സ്വഹാബിക്ക് ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരിക്കും. അപ്പോൾ അവർക്ക് അന്ന് പുസ്തകമില്ല. അപ്പം ഹദീസും ഖുർആനും എല്ലാം അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീടാണ് ഇത് നമ്മൾ 2 വിഭാഗമാക്കി മാറ്റിയത്. ഹദീസുകളൊരു വിഭാഗം, ഖുർആൻ ഒരു വിഭാഗം. അന്ന് ആ രൂപത്തിലേ ഇല്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ, ഖാന ഖുലുഖുഹു ഖുർആന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൗതികമായിട്ട് വേർപ്പെടുത്താൻ സാധ്യമല്ലാത്ത രൂപം, ഇത് രണ്ടും ഒന്നായിരുന്നു അവർക്ക്. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖുർആൻ എന്ന് പറയുമ്പോൾ ഹദീസ് എന്ന് പറയുമ്പോൾ 2 വിഭാഗമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയം നോക്കുമ്പോൾ ഒരല്പം കൂടെ ഈ വിഷയത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.
ഇപ്പോൾ മറ്റുള്ളൊരു കാര്യം ഖുർആൻ, രണ്ടാമത്തെ ഒരു കാര്യം പിന്നീട് അവർ ചോദിക്കാറുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ തന്നെ പറയുന്നു ഖുർആൻ മതിയെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹദീസ് പിന്തുടരുന്നത് എന്നുള്ള നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു മറുപടി, ഖുർആനിൽ തന്നെ, അതേ ഖുർആനിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിന്തുടരണമെന്ന് ഖുർആനിലുടനീളം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു മറുപടി. അതായത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഖുർആനിൽ പ്രവാചകൻ. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം. അപ്പോൾ അള്ളാഹു കൽപ്പിക്കുന്ന ആ കൽപ്പന തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ, അപ്പം ഖുർആൻ തന്നെ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് പ്രവാചകനെ പിന്തുടരണം എന്ന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകനെ ഈ രൂപത്തിൽ ഹദീസുകൾ സ്വീകരിക്കാനുള്ള കാരണം. പിന്നീട് അവസാനമായിട്ട് അവർ ഇത്തരത്തിലുള്ള ആളുകൾ സൂചിപ്പിക്കാറുള്ളൊരു കാര്യം ഈ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെ ഏറെ വിശദീകരിക്കപ്പെടേണ്ടതാണ്, സുന്നത്ത് സംരക്ഷിക്കപ്പെട്ട രൂപം. പക്ഷെ വളരെ എളുപ്പത്തിൽ പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതുപോലെ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നവർ പറയുന്ന ഒരു ആരോപണമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും ഒരേ നാവിൽ നിന്നാണ് വരുന്നത്. ഖുർആന് വന്ന അതേ രൂപത്തിൽ ഹദീസും വരുന്നത് പ്രവാചകനിൽ നിന്നാണ്. ഹദീസ് ക്രോഡീകരിച്ച ആളുകൾ തന്നെയാണ് ഖുർആനും ക്രോഡീകരിച്ചത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷമാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. അപ്പം ഈ ഹദീസ് ക്രോഡീകരിച്ച ആളുകളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ സ്വീകരിക്കാൻ പാടില്ല. കാരണം രണ്ടും ഒരേ കൈകളിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇത്തരം ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ കാര്യത്തിൽ, ഹദീസിൻ്റെ കാര്യത്തിൽ അവരെ നിഷേധിക്കുകയും ഖുർആൻ്റെ കാര്യത്തിൽ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ഏത് രൂപത്തിലാണ് വിശദീകരിക്കുക? അതായത് ഹദീസും ഖുർആനും രണ്ടും ലഭിക്കുന്നത് ഒരേ കൈകളിലൂടെയാണ്. ഹദീസ് നിഷേധിക്കുകയും ഖുർആൻ സ്വീകരിക്കുകയും ആ രൂപത്തിലുള്ള സമീപനത്തിലുള്ള ഒരു യുക്തി എന്താണെന്ന് ഈ രൂപത്തിലുള്ള ആളുകൾ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാം, നമ്മൾ സ്വീകരിക്കപ്പെടുന്ന ഇസ്ലാം പോലും ഈ സ്വഹാബികളിലൂടെ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. അതേ സ്വഹാബികളിലൂടെ തന്നെയാണ് ഈ ഒരു ഹദീസും ഖുർആനും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ്റെ കാര്യത്തിൽ അവരെ പിന്തുടരാം, ഹദീസിൻ്റെ കാര്യത്തിൽ അവരെ പിന്തുടരാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പിന്നീട് ഇപ്പോൾ നമുക്കറിയാം, സുന്നത്ത് എന്നുള്ളത് അത് മതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് സംരക്ഷിക്കും. വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. സുന്നത്ത് തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സുന്നത്ത് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വാക്ക്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൽ ചില പണ്ഡിതന്മാർ ഇവിടെ ദിക്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്താണെന്ന് കൂടെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഞാനാണിത് അവതരിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതിനെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ സംരക്ഷിക്കുമെന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല, ഖുർആനോടൊപ്പം വരുന്ന സുന്നത്ത് കൂടെയാണ്. സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഖുർആൻ 100% മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണമെന്ന് പറയുന്ന വാക്കുകളിൽ എന്ത് യുക്തിയാണുള്ളത്? അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ ആമിനു ബില്ലാഹി എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം, ആ നിർദ്ദേശങ്ങൾക്കെല്ലാം എന്ത് പ്രസക്തിയാണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതേ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഏത് രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടോ അതേ രൂപത്തിൽ അള്ളാഹു സുന്നത്തിനെയും സംരക്ഷിക്കപ്പെടും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും കഴിയാത്തത് അള്ളാഹു കൽപ്പിക്കില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ വേണ്ടി കൽപ്പിക്കുക? അവസാനമായിട്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ സുന്നത്ത് തന്നെയാണ് ഏറ്റവും, ഖുർആൻ ദൈവികമാണെന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടെയാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഞാൻ സംസാരിച്ച് ഇത്രയും എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ, എൻ്റെ കൂടെ ഒരു 10-40 വർഷം എന്നോടൊപ്പം സമയം ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എൻ്റെ സംസാരത്തിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പം എൻ്റെ കൂടെ 10 വർഷം അല്ലെങ്കിൽ 1 വർഷം നിന്നാൽ തന്നെ എൻ്റെ സംസാരത്തിൻ്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും, അതായത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്നോ കാണാതെ പഠിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ സംസാരം കേൾക്കുന്ന വേളയിൽ തന്നെ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക അതെൻ്റെ സംസാരമല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഏതെങ്കിലും ആളെക്കുറിച്ച് ചിന്തിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കാത്തൊരു ശൈലിയിൽ നമ്മൾ സംസാരം തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും, ഇതെന്താ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം എനിക്ക് ഓടുന്ന കിട്ടിയത്, അല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഇത് കാണാതെ പഠിച്ചിട്ടാണ് പറയുന്നത് എന്നവർ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഹദീസുകളുടെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അവരുടെ കൂടെ ജീവിച്ച ആളാണ്. ആ 40 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ സംസാരത്തിൻ്റെ ഒരു ശൈലി അവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ് വരുന്നതിന് ശേഷം മറ്റൊരു രൂപത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം ഹദീസുകളും ഖുർആനും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 പാറ്റേൺ 100% വ്യത്യസ്തം. ഈ രൂപത്തിലുള്ള പഠനങ്ങൾ തന്നെ നടത്തിയ പണ്ഡിതന്മാരുണ്ട്. ഈ 2 പാറ്റേൺ മാത്രം പരിശോധിച്ച്, അതായത് പരിശുദ്ധ ഖുർആൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, ആ ഒരു പാറ്റേൺ പ്രവാചകൻ്റെ സംസാരത്തിൻ്റെ ഒരു പാറ്റേണും, അതായത് ഹദീസിൻ്റെ ഒരു പാറ്റേണും ഖുർആൻ്റെ ഒരു രീതിയും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1% അത് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുർആൻ്റെ ശൈലി അല്ലെങ്കിൽ ഖുർആൻ ക്രമീകരിക്കപ്പെട്ട രൂപം, അതിലെ വാക്കുകൾ, ഇതെല്ലാം ഹദീസിൽ നിന്ന് 100% വ്യത്യസ്തമാണ്. അപ്പം അത് തന്നെ വളരെ അത്ഭുതപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. അത് ഒരേ ആളുടെ വായിൽ നിന്നാണ് വരുന്നത്. ഒരേ ആളെ വായിൽ നിന്നും വരുന്ന 2 വാക്കുകൾ 100% വ്യത്യസ്തം. ഹദീസുകളുടെ ശൈലി വേറെ, ഖുർആൻ്റെ ശൈലി വേറെ. അതിൽ നിന്ന് തന്നെ കൃത്യമാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനായിട്ട് സംസാരിച്ചതെല്ലാം, അല്ലെങ്കിൽ ഖുർആൻ എന്നുള്ളത് വഹീൻ്റെ അടിസ്ഥാനത്തിലും ഹദീസും വഹീൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, പക്ഷേ അത് പ്രവാചകൻ്റെ വാക്കുകളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഖുർആൻ്റെ ഒരു ആധികാരികത കൂടെ യഥാർത്ഥത്തിൽ ഹദീസ് നമുക്ക് മുമ്പിൽ, അപ്പോൾ അത് കൃത്യമായിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാൻ സ്വഹാബികൾക്ക് സാധിച്ചിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് ഹദീസിൻ്റെ ക്രോഡീകരണവുമായിട്ട് ബന്ധപ്പെട്ടതും, അതേപോലെ തന്നെ ഹദീസ് ചില പദസൂചികൾ ഹദീസുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങളും കൂടെ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ മനസ്സിലാക്കാനും ഹദീസുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ആ ഒരു പഠിച്ച കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി പരിശ്രമിക്കുക. നമുക്കറിയാം സ്വഹാബികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. അവർക്ക് ശരീരം കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെയുള്ള യുദ്ധങ്ങളിൽ നിരവധി അമ്പുകൾ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചു. നമുക്ക് ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീരം കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. പക്ഷേ ആശയം കൊണ്ട് കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശയം കൊണ്ട് അമ്പ് ചെയ്യുന്ന ആളുകൾ ഈ രൂപത്തിൽ നമ്മൾ ആശയം കൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാൻ, അത് തടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പഠിക്കാനും അത് മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വാഴ്ത്തിയ ഈ മഹത്തായ സ്വഹാബികളുടെ കൂടെ, അല്ലെങ്കിൽ ഇത്തരം ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ കൂടെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.